ഇല്ല. ഞാൻ പറയാം, സ്പൂണേ പോകുന്ന അസൂയും തർക്കമുണ്ടെങ്കിൽ ജഡീനായി, സാധാരണക്കാരനായി, സാധാ മസാല ദോശ എന്നൊക്കെ പറയും, സാധാ ദോശയായി. പ്രാർത്ഥനക്കാരിയൊന്നും ആകില്ല, പ്രാർത്ഥനക്കാരൊന്നും ആകില്ല. സാധനം 1 Corinthians 3:3 1 Petrus 2:1-3 1-3 5 സെന്റുകൾ കബഡി അസൂയ. അതേ സമയത്ത് തന്നെ ജ്ഞാനം 6:23 ഹീനമായ അസൂയയുമൊത്ത് ഞാൻ ചരിക്കുകയില്ല, അതിന് ജ്ഞാനത്തോടെ ഒരു ബന്ധവുമില്ല. ഹീനമായ അസൂയയുമൊത്ത് ഞാൻ ചരിക്കുകയില്ല, അതിന് ജ്ഞാനവുമായ ഒരു ബന്ധവുമില്ല. ജ്ഞാനവുമായി ഒരു ബന്ധമില്ല. പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞവിടെ ഉണ്ടോ? അതുകൊണ്ട് ഈ അസൂയ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടൊന്നും പോയില്ല, ചുവട്ടുകൊണ്ടൊന്നും അടിച്ചാലൊന്നും പോയില്ല. പോകുക ഭർത്താവ് ഒരുക്കിപ്പിച്ചാൽ രണ്ടാമോട്ട് പറയും ഒന്നും വേണ്ട, എന്നാ ഒരു കൊല്ലിവാക്ക് പറഞ്ഞ 10 കൊല്ലിവാക്ക് അങ്ങോട്ട് പറയും കേട്ടോ. അതെന്തുകൊണ്ടാണ്? അതിനാണ് ഈ ഓൺഗോയിങ് പ്രോസസ്. ജോൺ 3:3 വീണ്ടും ജനനം. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. നമ്മുടെ ഈ കുമ്പസാരം എന്ന് പറഞ്ഞ ഉദാശ വലിയ ഉദാശ അതുകൊണ്ടാണ്. അതിന്റെ മഹത്വം ആർക്കും ഇത്രയും അറിഞ്ഞുള്ളൂ. മാതാവിനെക്കുറിച്ചുള്ള മഹത്വം ഞാനുണ്ടെങ്കിൽ അറിയുള്ളൂ, അല്ലെങ്കിൽ മാതാവിന് വല്ലപ്പോഴൊക്കെ കാണുന്നത്. മത്തായി 1:25 നടന്നു പല ജീവനെയൊക്കെ കണ്ടുകൊണ്ട് അവരെ കാണില്ലേ. കാരണം തിത്തോസ് 1:15-16 മലിനമാണ്, നിർമ്മലകൃതർക്കെല്ലാം നിർമ്മലമാണ്. ഇപ്പൊ പൗലോസിനെ കണ്ടിരുന്ന ചീത്ത പറഞ്ഞാൽ കഴിയുന്ന പൗലോസിന്റെ കൂടെ 1 Corinthians 9:5 പൗലോസ് പറഞ്ഞ് എനിക്കൊരു സഹോദരിയെ കൂടെ കൊണ്ടുനടക്കാൻ പാടില്ലെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ളവരാണെങ്കിൽ പൗലോസിനെ പിടിച്ച് എന്നിട്ട് പറയും ഉള്ളതെല്ലാം ചീത്തകളെല്ലാം പറയും. കാരണം അതുകൊണ്ടാണ് പല തട്ടുകളാണ് ആത്മാവില്. 1 Corinthians 15:41 നക്ഷത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട് കണ്ടോ. ഇതുപോലെ എബ്രായർ 5:12-14 പാല് കുടിക്കുന്ന പറയാനുണ്ട്, പാലസ് ദൈവീയ കുറവുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കട്ടിയുള്ള ഭക്ഷണം. ആ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നവർക്കാണ് വിവേചന ശക്തിയെല്ലാം ഉണ്ടാകുന്നത്. ആത്മാവിൽ വിവേചിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിയിൽ കാണും കണ്ടോ, എല്ലാം ബുദ്ധിയിൽ കാണാം. അങ്ങനെയുള്ളവരാണ് എല്ലാം ബുദ്ധിയിൽ സകലതും. ദൈവരാജ്യം ശക്തിയിലാണ്. 1 Corinthians 4:20. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുമ്പോൾ മരം പൊടിക്ക് വീടിന്റെ മുകളിലൊക്കെ ഒച്ച. ഞാനൊരിക്കൽ പ്രാർത്ഥിച്ചിരുന്നപ്പോ വീടിന്റെ മുകളിൽ ഒരു ആന വന്ന് വീണ്ടും വെച്ച കേട്ടോ. വിലക്കത്ത് ചാട്ടി ഓടാൻ പോയി. ഞാൻ പറഞ്ഞ ഓടല്ലെന്ന് പറഞ്ഞു കേട്ടോ. മംഗലാപുരത്തിന് പ്രാർത്ഥന തോന്ന് വെച്ച കേട്ടു പ്രാർത്ഥന. പല അത്ഭുതങ്ങളോടെയാണ് ദൈവത്തിന്റെ കൃപ തന്നിരിക്കുന്നതാണ്. ഇത് കണ്ടാലേ ജനം വിശ്വസിക്കുള്ളൂ. എന്നാലും വിശ്വസിക്കരുത്. എബ്രായർ 4:7 എല്ലാം ബുദ്ധി ഒന്നും കൈകാര്യം ചെയ്യരുത്. ആത്മാവ്. അതുകൊണ്ടാണ് 1 Corinthians 2:15 എന്ന് വായിച്ചത് എന്താണ്? ആത്മീയ മനുഷ്യനെ ആർക്കും സാധ്യമല്ല. നിങ്ങൾ ആത്മാവിലാണെങ്കിൽ, കട്ടിയോടിച്ച ആത്മാവിലാണെങ്കിൽ, അല്ലെങ്കിൽ സെമിയ പൈസ പോലെയൊക്കെയാണെങ്കിൽ സാധിക്കും. അട്ടിയുറച്ചിരുന്നാല് ആര് വന്ന് ഇതിൻ പോലെ കൊണ്ടിടിച്ചാലും നിങ്ങളുടെ വിശ്വാസം പോകുമോ? നിങ്ങളെ കൊണ്ട് കെട്ടിയിട്ട് അടിച്ചാലും അങ്ങനെ പീഡിപ്പിക്കുന്നതോടെ നിങ്ങൾക്ക് കൃപ കൂടിക്കൊണ്ടിരിക്കും. 1 Petrus 2:19 പീഡനം ഇല്ലാത്തവർക്കാണ് കൃപ കിട്ടാത്തത്. 2 Timothy 3:12-13 യേശുക്രിസ്തുമായി ഐക്യപ്പെട്ട വിശുദ്ധ ജീവൻ നയിക്കപ്പെടുന്നവർക്ക് എല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം മറ്റവൻ അടിക്കടി അതോടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ആത്മീയ രഹസ്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി 5:10-12 വചനത്തില് വ്യാജമായി നിങ്ങൾക്കെതിരായി പലതും പറയും. വ്യാജമായി നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയും കേട്ടോ. അങ്ങനെ ചെയ്തിങ്ങനെയും ഉണ്ടാ വേണ്ടാത്തല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്തില്ലെന്ന് കേൾക്കുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ആത്മാവിൽ ആനന്ദിച്ചു ഈശോ പറയുന്നത്. അത് നിങ്ങൾ വേണ്ടതും വെച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോണില്ല. ഈശോയെ വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഭർത്താവ് കേട്ടാ എടി ഇതിനെപ്പറ്റി അങ്ങനെ കേട്ടെന്ന് പറഞ്ഞ് തീർന്നു. ആ സമയത്ത് ഈശോനെ പ്രൈസ്ലോ അങ്ങനെ പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ മെറ്റാസ്റ്റിക് ഉദാഹരണമൊക്കെ ഉണ്ട്. ഭയങ്കര എനിക്ക് വിശ്വാസം. എന്ത് പറഞ്ഞാൽ പ്രൈസ്ലോ.
കമ്പനിക്ക് ലോസ് വന്നപ്പോൾ പറഞ്ഞ പ്രൈസിലാണ്. അപ്പൊ വേറൊരു സ്റ്റോറി ഹൈലൈറ്റ് ഉണ്ടായി കൊടുത്തു. അവർ പറയുന്ന അത്ഭുതങ്ങളാണ്. എന്ത് പറഞ്ഞാലും പ്രൈസ്. ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ പ്രൈസ്. ഇപ്പൊ ഭാര്യ കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുള്ളൂ, പുള്ളി പ്രൈസ്. അതാ വിശ്വസിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാല് റോമ 8:28 എല്ലാം നന്മയ്ക്കായി വരും. എല്ലാം നന്മയ്ക്കായിരിക്കും കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും കുറഞ്ഞു പോയാൽ പേടിച്ച് കേസ് കുറഞ്ഞു പോയാൽ നന്മ നിങ്ങളെ പഠിപ്പിക്കാനാണ് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറഞ്ഞു പോയാൽ ചിലപ്പോൾ ഒരു മാസം രോഗമായിട്ട് കിടക്കും. പ്രാർത്ഥനക്കാരൻ രോഗമായിട്ടാണ്. ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങൾ പഠിപ്പിക്കാനാണ് അവിടെ. വാചനം പഠിപ്പിക്കാനാണ് കേട്ടോ. ദൈവത്തിന് പല പദ്ധതികളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ദൈവത്തിന് പദ്ധതി വെളിപ്പെട്ട് കിട്ടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് ഇതെല്ലാം അറിയാൻ സാധിക്കും. കാര്യം നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഐക്യപ്പെട്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ ആത്മാവിൽ വരാൻ നിങ്ങളോടെല്ലാം 1 Corinthians 2 ഭയമായിട്ട് പഠിക്കാൻ പറഞ്ഞത്. അത് പഠിക്കാൻ പറഞ്ഞിട്ട് പിന്നെയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആത്മാവിൽ കയറാൻ താമസിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇന്നലെ വന്ന ആളൊക്കെ നിങ്ങളുടെ മുമ്പിലാവും. അപ്പൊ നിങ്ങൾ അസൂയമായിട്ട് നടക്കും. അപ്പൊ നിങ്ങളെ ഒന്നുകൂടി തകർക്കും കേട്ടോ. ഇതാണ് ആത്മീയ ക്രിസ്ത്യാനി. ഇതെന്താണ് മുമ്പ് പിന്നേത് മത്തായി 19:30. ചില വചനങ്ങൾ വയനാട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേന് ഞങ്ങൾക്ക് കൃപ കിട്ടും. പ്രത്യേകിച്ച് റോമ 12 1 തൊട്ട് 24 വേണമെന്ന് പ്രസിദ്ധമാക്കിയാല് മിനി ബൈബിളാണ് ഹൃദയത്തില്. ചെറിയ ബൈബിള് കണ്ടോ. ഇതുകൊണ്ടാണ് ഡെലിവറൻസ് നടക്കുന്ന സമയത്ത് പൊയിലേക്കൊന്നും മുട്ടുകുത്തുക. മുട്ടുകുത്തി കഴിഞ്ഞാൽ അവൻ അത്ര വിട്ടു പോകും. മുട്ടുകുത്താപ്പില്ലെങ്കിൽ കമന്ന് കിടന്നാൽ മതി, വിട്ടുപോകും. കാരണം എളിമപ്പെട്ടാൽ മതി. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതിലെ ഞാനിപ്പോ പോയി എന്നേക്കാൾ എളിമയുള്ള ഒരാളെ വിളിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ ആ നിമിഷത്തിൽ എളിമയുടെ ശക്തിയിലാണ്. ഇതാണ് വലിയ ഗിഫ്റ്റ്. എളിമയിലാണ് എല്ലാം വരുന്നത്, സകലതും വരുന്നത്. അല്ലോ മത്തായി 5:8 ഹൃദയശുദ്ധിയോട് ദൈവത്തെ കാണും, അവൻ ദൈവത്തെ കാണും. ജോഷുവ 3:5 വായിച്ചതെന്താണ്? 5 നാളെ നിങ്ങൾ അത്ഭുതം കാണും, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. അത്ഭുതം കാണും നിങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ. യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കണ്ടോ, അത്ഭുതം പ്രവർത്തിക്കും. ഇപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് വിശുദ്ധിയിലോട്ടൊന്ന് വന്നോ. ഇത്തരം